നമസ്കാരം. നമുക്കറിയാം, വിമാനയാത്രയിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രവാസികൾ തന്നെയാണ്. പെട്ടെന്നുള്ള നിരക്ക് വർധന, ആവശ്യത്തിന് ടിക്കറ്റ് കിട്ടാതിരിക്കൽ, സർവീസിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പ്രവാസികൾ നേരിടുന്നുണ്ട്. കൂടുതൽ വിമാന സർവീസുകൾ ഉണ്ടായാൽ ഇതിലൊക്കെ ഒരു പരിധിവരെ മാറ്റം വന്നേക്കാം. എന്തായാലും പ്രവാസികൾക്ക് ആശ്വാസമുള്ള ഒരു വാർത്തയുണ്ട്. പുതിയൊരു വിമാന സർവീസ് കൂടി വരാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇൻഡിഗോ എയർലൈൻസിന്റെയാണ് തീരുമാനം. മലബാറിൽ പ്രവാസികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണിത്. ഏറെ യാത്രക്കാരുള്ളതും എന്നാൽ വേണ്ടത്ര സർവീസ് ഇല്ലാത്തതുമായ ഒരു മേഖലയാണ് ഉത്തര മലബാർ. ഒമാനിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസാണ് കണ്ണൂരിലേക്ക് ഇൻഡിഗോ നടത്തുക. UAE-യിലേക്കും ഖത്തറിലേക്കും കണ്ണൂരിൽ നിന്ന് സർവീസുകൾ ഉണ്ടെങ്കിലും ഒമാനിലേക്ക് വേണ്ടത്ര സർവീസ് ഇല്ല. ആഴ്ചയിൽ 3 ദിവസമാണ് ഇൻഡിഗോ വിമാന സർവീസ് നടത്തുന്നത്. താരതമ്യേന ചെലവ് കുറഞ്ഞ യാത്രയ്ക്ക് അവസരമൊരുക്കുന്ന ഇൻഡിഗോ എത്തുമ്പോൾ പ്രവാസികൾക്ക് വലിയ പ്രതീക്ഷയാണ്. ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ് ഉണ്ടാവുകയെന്നാണ് വിവരം. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കും തിരിച്ചും സർവീസ് ഉണ്ടാകും. രാത്രിയാണ് യാത്ര. അതേസമയം വാരാന്ത്യത്തിൽ സർവീസ് കൂട്ടിയാൽ കമ്പനി ജോലിക്കാർക്ക് നേട്ടമാകുമെന്നും പറയുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് രാത്രി 12:40-നാണ് വിമാനം പുറപ്പെടുക. പുലർച്ചെ 2:30 മസ്കറ്റിലെത്തും. അന്ന് തന്നെ പുലർച്ചെ 3:35 മസ്കറ്റിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 8:30 കണ്ണൂരിലെത്തും. രാത്രി യാത്ര ഇഷ്ടപ്പെടുന്നവരും ഏറെയാണ്. രാവിലെ ജോലിക്ക് കയറേണ്ടവർക്ക് കണ്ണൂരിൽ നിന്ന് രാത്രി പുറപ്പെട്ടാൽ സൗകര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കൂടുതൽ ഗൾഫ് സർവീസ് വേണമെന്ന് പ്രവാസികൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഒമാൻ കണ്ണൂർ റൂട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നേരിട്ടുള്ള സർവീസാണ് നിലവിലുള്ളത്. എന്നാൽ ഇൻഡിഗോ കൂടി എത്തുന്നതോടെ മത്സരം കടുക്കും. കൂടാതെ ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാകുമെന്നും പ്രവാസികൾക്ക് ഇത് നേട്ടമാകുമെന്നും ഒക്കെ പറയുന്നുണ്ട്. സേവ് ഫെയർ, ഫ്ലെക്സ് ഫെയർ, സൂപ്പർ ഫെയർ എന്നീ ടിക്കറ്റുകളാണ് ഇൻഡിഗോ നൽകുന്നത്. ആദ്യ 2 ഇനം ടിക്കറ്റുകളിലും 7 കിലോ ബാഗേജും 30 കിലോ ലഗേജും അനുവദിക്കും. മൂന്നാമത്തേതിൽ 35 കിലോ ലഗേജ് അനുവദിക്കും. ആദ്യ ഇനം ടിക്കറ്റിൽ സൗജന്യ ഭക്ഷണം ലഭ്യമല്ല. ഏതാനും മണിക്കൂറുകൾ മാത്രമുള്ള യാത്ര ആയതിനാൽ ഭക്ഷണത്തിന് താല്പര്യപ്പെടാത്തതാണ് കാരണമെന്നും പറയുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിൽ കൃത്യനിഷ്ഠയുള്ള എയർലൈൻ ഒമാന്റേതാണ്. അത് ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ ആണ്. മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക മേഖലയിലെ ഏറ്റവും കൃത്യനിഷ്ഠയുള്ള രണ്ടാമത്തേതും മിഡിൽ ഈസ്റ്റിൽ 1-ാമത്തേതുമാണ് ഒമാൻ എയർ. 2024 കണക്കനുസരിച്ച് 90.27 ഓൺ ടൈം പെർഫോമൻസ് ആണ് എയർലൈൻ കൈവരിച്ചത്. 2022-ലും 2023-ലും 1-ാം സ്ഥാനം നേടിയിരുന്ന ഒമാൻ എയർ തുടർച്ചയായ 3-ാം വർഷമാണ് മേഖലയിലെ ഉന്നത സ്ഥാനങ്ങളിൽ 1-ാമതെത്തുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.